ലോകത്ത് ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം ഈ കേരളത്തിലാണ്. 8.5 ലക്ഷം പേര്, 8.5 കോടി ആളുകളാണ് നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ ആസ്പത്രിക്ക് വരുന്നത്. ഇപ്പൊ എത്ര? 13.5 കോടി. 5 കോടി ആളുകൾ പുതുതായിട്ട് ഗവൺമെന്റ് ആസ്പത്രിക്ക് വരിക. ഞാൻ ഈയിടെ സ്ഥലത്ത് ഒരു കേരളത്തിലെ ഇടത്തരം പട്ടണം ആശുപത്രി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത്? സ്വകാര്യ ആശുപത്രി. സ്വകാര്യ ആശുപത്രി പൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങാടിയുടെ പേര് ഞാൻ പറയുന്നില്ല. എന്താ കാരണം? നമ്മൾ ഉണ്ടാക്കിയ നല്ല നല്ല ആശുപത്രി തല ഉയർത്തി പിടിച്ചിട്ട് നിൽക്കല്ലേ. മെഡിക്കൽ കോളേജിന്റെ വലുപ്പ താലൂക്ക് ആശുപത്രിക്ക്. കോൺഗ്രസ് വലിയ വിവരമുണ്ടോ? നടന്നു നോക്ക്. കേരളത്തിൽ കൂടെ നടക്ക്. സതീശ് മുന്നിലും, ചെന്നിത്തല ഇടത്തും, നമ്മുടെ സണ്ണി ജോസഫ് വലത്തും, വേണുഗോപാൽ അതിന്റെ പിന്നിലായിട്ട് നടക്കണമെന്ന് കേരളത്തിൽ കൂടെ. അപ്പൊ അങ്ങനെ കാണാം. ഓരോ താലൂക്കിലും ചെന്നിങ്ങനെ നോക്കി നിന്നാൽ അവരുടെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണാം. ഈ ലോകം പിറകോട്ട് സഞ്ചരിക്കുന്ന ഒരു കാലത്ത് ലോക നെറുകയിൽ സ്ഥാപിച്ച മഹനീയമായ മാതൃക പോലെ കേരളത്തിന്റെ പൊതുജന ആരോഗ്യ ശൃംഖല അതവിടെ നിൽക്കുക. നമ്മുടെ ന്യൂയോർക്കിൽ ഇപ്പൊ മേയർ തെരഞ്ഞെടുത്തല്ലോ ഒരു ഇന്ത്യൻ വംശജൻ, മംദാനി. ആ ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പിലെ അജണ്ട എന്തായിരുന്നു? അദ്ദേഹം എങ്ങനെയാ വോട്ട് പിടിച്ചത്? ചെറിയ വിലയ്ക്ക് വീട് സമ്മാനിച്ചു. കാരണം വലിയൊരു ശതമാനം ആൾക്ക് കടന്നുറങ്ങാൻ സ്ഥലമില്ല. കാശുള്ളവൻ വലിയ വീട്ടില്, ഫ്ലാറ്റിലും, അല്ല പിന്നെ നമ്മുടെ വലിയ വില്ലകളിൽ താമസിക്കും, അല്ലെങ്കിൽ ഫാം ഹൗസിൽ താമസിക്കും. പാവപ്പെട്ടവന് ഉറങ്ങാൻ സ്ഥലമില്ല. മരുന്ന് കിട്ടില്ല. ആശുപത്രിയിലെ മരുന്നുമില്ല. അമേരിക്ക ചില വിവരമില്ലാത്തവരൊക്കെ ആണ്ടുപോകുന്നുണ്ട്. അല്ല പോയിക്കോട്ടെ, നമുക്ക് വിവരമില്ല. അല്ലാതെ സ്ഥിതി ഇതാ. കാശ് പോക്കറ്റിലില്ലെങ്കിൽ ചികിത്സ ഇല്ല, കിടന്നുറങ്ങാൻ സ്ഥലമില്ല. അത്ര ദാരിദ്ര്യം, അതിദാരിദ്ര്യ. വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം കിട്ടില്ല. അതുകൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യ മുദ്രാവാക്യൊക്കെ ഇത് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കേരളത്തിലോ? കേരളത്തില് ലോകത്തിലെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം. ആ സ്കൂളൊക്കെ എന്നെ കണ്ടാൽ തന്നെ നമ്മൾ പണ്ടുപിടിച്ച സ്കൂളാണ് ഇപ്പോഴത്തെ സ്കൂള്. പണ്ടൊക്കെ കുട്ടീനെ കൊണ്ടുവരുമ്പോ കുട്ടി കൊതറിച്ചാടി വീട്ടിക്ക് പോകാൻ നോക്കണ്. അമ്മ കുട്ടീനെ കൊണ്ടുവരാ, കുട്ടി വീട്ടിക്ക് പോവാ. ടീച്ചർമാരൊക്കെ കൂടി പിടിച്ചു ക്ലാസ്സിൽ കയറ്റുക. ഇപ്പൊ അങ്ങനെയല്ല. കുട്ടി ഇങ്ങനെ കൊണ്ടുവരുമ്പോ തന്നെ വിരലുമ്പോ തൂങ്ങി കുട്ടി സ്കൂളിലേക്ക് എത്തിയാ ഓടിയോണ്ട് കയറുകയാണ്. അത് കാരണം അത്ര സൗകര്യങ്ങളവിടെ. കാത്തിരിക്കുന്ന സ്കൂള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വർണ്ണ മനോഹര കെട്ടിടങ്ങള്, അതിന്റെ മുന്നില് നല്ല പക്ഷിമൃഗാദികളുടെ ചിത്രങ്ങള്, ശാസ്ത്ര വളർച്ചയുടെ നേട്ടങ്ങൾ ആലേഖനം ചെയ്ത ചുമരുകള്, ഇതൊക്കെ കാണുമ്പോ തന്നെ എത്ര നല്ല സ്ഥലം എന്നുള്ള നിലയ്ക്ക് കുട്ടി ആ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന് കയറുക. അവിടെ ചെന്ന ഉടനെ കർഷകത്തൊഴിലാളി രാമൻകുട്ടിയുടെ കുട്ടിയുടെ ചൂണ്ടുവിരൽ, പണ്ടൊക്കെ ചൂണ്ടുവിരൽ എടുത്തിട്ട് മണലെഴുത്താ. മനസ്സിലായി നിങ്ങൾക്ക്? പഴയകാലം മണലെഴുതി ചൂണ്ടുവിരലുണ്ട്. ഇപ്പോ ചൂണ്ടുവിരലുണ്ട്. പിണറായി വിജയൻ അവിടെ സ്ഥാപിച്ചിട്ടുള്ള നല്ല ഡിജിറ്റൽ ക്ലാസ് റൂമിലെ കമ്പ്യൂട്ടറിന്റെ മൗസിൽ വിരല് 1-ാം ദിവസം അന്ന് വെച്ചു കൊടുക്കുക. മനസ്സിലായോ? സതീശന് മനസ്സിലായിട്ടില്ല, ചെന്നിത്തലയ്ക്ക് ഒട്ടും മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളണം, ലോകത്തിന് ഇത് മനസ്സിലാവുന്നുണ്ട്. ലോക മാതൃകയാണ് ഈ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഗുണഭോക്താവ് സാധാരണ മനുഷ്യനാണ്. സർവകലാശാല വിദ്യാഭ്യാസം നോക്കൂ. 4 വർഷ ഡിഗ്രി കോഴ്സ് ഉണ്ടാക്കി നമ്മള്. ഇപ്പൊ കേരളത്തിലെ സ്ഥിതി എന്താ? അടഞ്ഞു കിടന്നു എഞ്ചിനീയറിംഗ് കോളേജ്. ഇക്കൊല്ലം എത്രയാ? 50,000 കുട്ടി എഞ്ചിനീയറിംഗ് കോളേജ്. 50,000 കുട്ടി. സൂക്ഷ്മ തൊഴിലുകൾ പഠിപ്പിക്കുക, ആധുനികമായ തൊഴിൽ നൈപുണ്യമുള്ള കോഴ്സുകൾ ഉണ്ടെന്നിരിക്കുക. എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനത്തിന് തൊഴിൽ കിട്ടുക. ഇതേ സംവിധാനം കേരളത്തിലെ പോളിടെക്നിക് കോളേജുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പോളിടെക്നിക് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ 90% തൊഴിൽ കിട്ടുകയാണ് കേരളത്തിൽ. 90% പോളിടെക്നിക്കിൽ. ഒന്ന് പോയി നോക്കട്ടെ. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കുറവ് കാണിക്കുന്നതിന് വേണ്ടി വടിയും പിടിച്ചു പോണ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ ഇതില്ല, അതില്ല, ഇതില്ല. നിങ്ങൾ കണ്ടോ? ഇതൊന്ന് പോയി നോക്ക്. ആ പോളിടെക്നിക് കോളേജിലേക്ക് അന്വേഷിക്കുക. ഇങ്ങനൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഒരു കുട്ടി ഡിഗ്രി പഠിച്ച് പാസ്സായി വരുമ്പോഴേക്കിനെ ഒരു 4 തൊഴിലിൽ ഡിഗ്രി കടലാസ് മാത്രമല്ല, ഞാനൊക്കെ പഠിച്ചപ്പോൾ ഡിഗ്രി ഉള്ളൂ.
ഇപ്പൊ 4 or 5 തൊഴിൽ നൈപുണ്യ പരിശീലനമുണ്ട്. 3 ഡിഗ്രി കഴിഞ്ഞാൽ നൈപുണ്യ പരിശീലനം കഴിഞ്ഞ് കുട്ടി പുറത്തേക്ക് ഇറങ്ങുക, ജോലി ഉറപ്പാക്കുക. ലോകത്ത് സാങ്കേതിക വിദ്യ തൊഴിൽരഹിതനായ മനുഷ്യനെ സൃഷ്ടിക്കുകയും നൈപുണ്യമുള്ള ആളുകൾക്ക് മാത്രം തൊഴിൽ കിട്ടുകയും ചെയ്യുന്ന ഒരു കാലത്ത് ലോകത്തോട് മത്സരിക്കാൻ കഴിയുന്ന തൊഴിൽ നൈപുണ്യമുള്ള വിദ്യാർത്ഥിയെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ആളുകൾ അത്ഭുതപ്പെടുക. ലോകം തന്നെ അത്ഭുതാതരങ്ങളോടുകൂടി കേരളത്തിലേക്ക് നോക്കുക. ഏതാ കാലം കേന്ദ്രത്തിൽ BJP? വല്ല ശാസ്ത്രബോധമുണ്ടോ? വല്ല യുക്തിബോധമുണ്ടോ? ഒന്നുമില്ല. കേന്ദ്രം വല്ല സഹായം ഈ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് നൽകുമോ? ഇല്ല. സംസ്ഥാനത്തിന്റെ വികസനത്തിന് പണം നൽകുമോ? ഇല്ല. ഒക്കെ വെട്ടിക്കുറയ്ക്കുക സഹായം. ആ കാലത്താണ് ഏറ്റവും മികച്ച 6 വരി റോഡ് ഇവിടെ ദേശീയപാത എവിടെ ഉണ്ടാക്കുന്നത്? 650 കിലോമീറ്റർ നീളത്തിൽ. ഇവിടെ UDF ഭരിച്ചപ്പോ ദേശീയപാത ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തനം തുടങ്ങി. മികച്ച പ്രവർത്തനമായിരുന്നു UDFന്റെ ദേശീയപാത നിർമ്മാണം. എന്താ പ്രവർത്തനം? ദേശീയപാത ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് സ്ഥലവുമില്ല എന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുകയും അങ്ങനെ ദേശീയപാതയുടെ ഓഫീസ് കൂട്ടുകയും ചെയ്തു. ദേശീയപാത ഓഫീസിനായതോടെ ആട് കൂട്ടി. ദേശീയപാതയുടെ ഓഫീസ് കൂട്ടിയ ആൾക്കാരാ UDF. പിണറായി വന്നു 5600 കോടി രൂപ എടുത്ത് സ്ഥലം വാങ്ങിയിട്ട് ഗഡ്കരിയുടെ കൈ കൊടുത്തു. റോഡ് പോയില്ല. 6 വരി പാത 650 കിലോമീറ്റർ നീളത്തിൽ ഇപ്പോ പൂർത്തീകരിച്ച 80% പണി പൂർത്തീകരിച്ച കേരളത്തിലെ 6 വരി പാതയ്ക്ക് 2 വഴി സർവീസ് റോഡുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ 8 വരി ഗതാഗത സൗകര്യമുള്ള റോഡാണ് 650 കിലോമീറ്റർ. ഒരു ചുവന്ന വെളിച്ചമില്ല, ഒരു റെഡ് ലൈറ്റ് ഇല്ല. പൂർണ്ണമായ പച്ച വെളിച്ചമുള്ളൂ, റെഡ് ലൈറ്റ് ഇല്ല. 650 കിലോമീറ്റർ ദൂരത്തിൽ നിന്നൊക്കെ ഒരുമിച്ച് എത്ര വേഗത്തിൽ വരാം? 150 കിലോമീറ്റർ വരെ വേഗത്തിൽ വരാം. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കില്ലേ? തെരഞ്ഞെടുപ്പ് നടന്ന് LDF അധികാരത്തിൽ വരുന്ന സമയത്ത് ഗവൺമെന്റിൽ നിന്ന് വഴികാട്ടാൻ കേരളത്തിലെ പ്രതിപക്ഷം ഒരു നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവിടുന്ന് മറ്റേ ഇത് വീട്ടിൽ നിന്ന് പുറപ്പെടാനാണ്. രാവിലെ പോന്നാൽ മതി KPCC പ്രസിഡന്റിന്. എന്നിട്ട് വീട്ടിൽ നിന്ന് പോന്നിട്ട് വഴിയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ കയറ്റാം, കുറച്ചും കൂടി പോന്നാൽ സതീശനെ കയറ്റാം, കുറച്ചും കൂടി പോന്നാൽ ചെന്നിത്തലയെ കയറ്റാം. ഒറ്റ കാറിൽ രാവിലെ വീട്ടിൽ നിന്ന് പോന്നാൽ ഒരു 9:30 മണിക്ക് തിരുവനന്തപുരത്ത് വന്ന് 10 മണിക്ക് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്ത് ആസാദോട്ടൻ്റെ ഒരു ചായ കുടിച്ച് അതേ കാറിൽ തിരിച്ചു കയറി വൈകുന്നേരം വരെയൊക്കെ വഴിക്കിറക്കി ഒരു 7 മണിയാകുമ്പോഴേക്കിന് വീട്ടിൽ ചെന്ന് അവിടുന്ന് കഞ്ഞി കുടിച്ച് കുട്ടികളെ ഒന്ന് കളിപ്പിച്ച് TV കണ്ട് കിടന്നുറങ്ങാനുള്ള സൗകര്യമുള്ള റോഡ് കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഇവിടെ ഒരു വികസനമില്ല. കേരളം ഇരുട്ടിൽ. എന്ത് കേരളം ഇരുട്ടില്? 24 മണിക്കൂർ കറണ്ട് കിട്ടുന്ന ഒറ്റ സ്ഥലം എന്ത് ചെയ്യുള്ളൂ? അത് കേരളത്തിലാണ്.